ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ്. ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള എന്നിവ ചേർക്കുക. ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കുക. സവാള ചെറുതായി വഴന്ന ശേഷം ചെറിയുള്ളി ചേർക്കുക. സവാളയും ചെറിയുള്ളിയും വഴന്ന ശേഷം അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. മസാലയുടെ പച്ചമണം മാറിയ ശേഷം കഴുകി വൃത്തിയാക്കിയ എല്ലോട് കൂടിയ ബീഫ് ചേർക്കുക. മസാലയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുക്കർ മൂടിയിട്ട് ഒരു 5-6 വിസിലടുപ്പിച്ച് വേവിക്കുക. ബീഫ് വേകുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാം. ആദ്യം തന്നെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കടുകിട്ട് നല്ലപോലെ പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടിയ ശേഷം തേങ്ങ ചേർത്ത് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കുക. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് തേങ്ങാ പൗഡറാണ്. ബീഫ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ബീഫ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വലിയൊരു പാത്രത്തിലേക്ക് ചേർക്കുക. ബീഫ് മറ്റൊരു പാത്രത്തിലേക്ക് ചേർത്ത് വേവിച്ച് ഊറ്റിവെച്ച കപ്പ ചേർത്ത് നല്ലപോലെ ഉടച്ചെടുക്കുക. അല്പം വെള്ളം ചേർത്ത് നല്ലപോലെ ഉടയ്ക്കുക. കപ്പ നല്ലപോലെ ഉടഞ്ഞ ശേഷം അല്പം ഗരം മസാല, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ആവശ്യമെങ്കിൽ ഉപ്പും ചേർക്കുക. നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.